വെൽക്കം ബാക്ക് ടു ജിനോ ടെക്. ഓട്ടോമൊബൈൽ ടെക് അപ്ഡേറ്റ്സിൻ്റെ എപ്പിസോഡ് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസും ഒരുപാട് റിവ്യൂ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് വരാറുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ടെക് ന്യൂസിലേക്ക് പോകാം. ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ KTM നമ്മുടെ ഇന്ത്യയിലേക്ക് പുതിയ 4 ബൈക്കുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ബൈക്കുകൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, എന്നാൽ അടിപൊളി പെർഫോമൻസ് ഉള്ള ബൈക്കുകളാണ്. അതിൽ 2 ബൈക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 890cc വരുന്ന 2 ബൈക്കുകളാണ്. അതിലൊന്ന് ഡ്യൂക്ക് മോഡലുള്ള ബൈക്ക് തന്നെയാണ്, നേക്കഡ് സ്പോർട്ട് ബൈക്കാണ്. മറ്റേതൊരു അഡ്വഞ്ചർ ബൈക്കാണ്. ഒന്ന് നമ്മുടെ 890 ഡ്യൂക്ക് R എന്നും 890 അഡ്വഞ്ചർ R എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സൂപ്പർ ഡ്യൂക്ക് കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1390 അതായത് 1390cc ഉള്ള ഒരു ഡ്യൂക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു അഡ്വഞ്ചർ വേർഷൻ കൂടി ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 1290cc ആണ്. സോ അത്യാവശ്യം ഹൈ ലെവൽ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള നല്ല അടിപൊളി പെർഫോമൻസ് ഉള്ള 4 ബൈക്കുകളാണ് ഇത്തവണ KTM ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ടോപ്പ് ലെവലിനൊക്കെ ഏകദേശം ഒരു 22 lakhs ഒക്കെ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു പെർഫോമൻസ് ആണ്, നല്ല അടിപൊളി ട്രാക്കിലേക്കൊക്കെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വഞ്ചേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ബൈക്കുകളാണ് ഇപ്പോൾ എന്തായാലും KTM ഇറക്കിയിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ MGയുടെ ഒരു MPV വാഹനം വരുന്നുണ്ട്. മിഫ 9 എന്നാണ് അതിൻ്റെ പേര്. കാഴ്ചയിലൊക്കെ നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്. സോ ഇന്നോവയ്ക്കും അതുപോലെ കാർണിവലിനൊക്കെ ഒരു കോമ്പറ്റീഷൻ ആവാൻ സാധ്യതയുള്ള ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. മൂന്നാമതായിട്ട് പറയാനുള്ള ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. നമ്മുടെ ഓഡി എന്ന് പറയുന്ന ലക്ഷറി ബ്രാൻഡ് നമ്മുടെ ചൈനയിൽ ഒരു കൊളാബറേഷനിൽ പുതിയ ഇലക്ട്രിക് കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ അപ്പോൾ ഓഡി കാറുകളും ചൈന പ്രൊഡക്ഷനിലേക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് അടിപൊളി വാഹനങ്ങൾ ലോ ബഡ്ജറ്റിൽ ഇറക്കാനുള്ള പ്ലാനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ചൈനക്കാരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടികൾ ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പല വീഡിയോസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഒരുപാട് നമ്മളെ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊന്നും കിട്ടാത്ത ഫീച്ചേഴ്സാണ് ചൈനീസ് വണ്ടികൾ അവർ കൊടുക്കുന്നത്. അതെന്തായാലും നല്ലൊരു അട്രാക്ഷൻ ആയിരിക്കും. അതുപോലെ ഹോണ്ടയുടെ നല്ല കിഡിലൻ ഒരു SUV ഇറങ്ങിയിട്ടുണ്ട്. പാസ്പോർട്ട് എന്നാണ് അതിൻ്റെ പേര്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് അത് കിട്ടില്ല. പക്ഷേ കാണാനും അടിപൊളിയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ട്. അതിൻ്റെ ആ ഒരു പവർ ഫിഗേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളി പെർഫോമൻസ് ഉള്ള പവർ ഫിഗേഴ്സാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടിയാണ്. ഇന്ത്യയിലേക്ക് വന്നാൽ അടിപൊളിയാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ അത് സ്വീകരിക്കുമെന്ന് അറിയില്ല. കാരണം അത്രയും പെർഫോമൻസ് ഉള്ള അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാറ് ഇന്ത്യക്കാർ ചൂസ് ചെയ്യുമെന്നറിയില്ല. കാരണം ആ ഒരു സമയത്ത് അവരതിന് ഈക്വലായിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു പ്രീമിയം ബ്രാൻഡിൻ്റെ കാറുകളായിരിക്കും കൂടുതൽ ചൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഇന്ത്യയിൽ അത് കൂടുതൽ സെയിലില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് ലോഞ്ച് ചെയ്യുക. എന്തായാലും വണ്ടി അടിപൊളിയാണ്. അതുപോലെ നമ്മുടെ ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റ അതുപോലെ തന്നെ ഇന്നോവ ഹൈക്രോസിൻ്റെ ഒക്കെ വെയിറ്റിംഗ് പീരീഡ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. അതായത് അവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകളുടെ എണ്ണം കൂട്ടിയിട്ട് ഇനി മുതൽ വെയിറ്റിംഗ് പീരീഡ് അധികം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും കൊല്ലങ്ങളായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളാണ് ഇന്നോവയുടെ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ വെയിറ്റിംഗ് പീരീഡ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവർ ഓൾറെഡി ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടും എന്തായാലും അത് വിറ്റ് പോകുന്നതാണ് അവരുടെ കോൺഫിഡൻസ്. എന്തായാലും അവരുടെ കോൺഫിഡൻസ് സത്യമാണ്. അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉള്ള ഒരു ബ്രാൻഡാണ് ടൊയോട്ട. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്നോവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടാറ്റയുടെ പെർഫോമൻസ് ഹാച്ച് ബാക്ക് ആയിട്ടുള്ള അൾട്രോസിൻ്റെ റേസർ വേർഷൻ അവർ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ആദ്യമായിട്ട് അതിന് നല്ല രീതിയിലുള്ള ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്, നല്ല സേഫ്റ്റിയുള്ള വണ്ടിയാണ്. എന്നിരുന്നാലും എന്തോ ആൾക്കാർ അൾട്രോസിലേക്ക് അധികം മൂവ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഓരോ മന്ത്ലി നമ്മൾ വിൽക്കുന്ന പ്രൈസൊക്കെ നോക്കുകയാണെങ്കിലും നമ്മുടെ അൾട്രോസ് അധികം സെൽ ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണുന്നില്ല. എന്തായാലും നല്ലൊരു ഡിസ്കൗണ്ടിൽ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല എക്സോസ് സൗണ്ടൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അൾട്രോസ് റേസർ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെലോസിഫറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു EV വന്നിട്ടുണ്ട്. ഐ തിങ്ക് അതിൻ്റെ പേര് ടെന്നീസ് എന്നാണ് തോന്നുന്നു. അതിന് ഏകദേശം ഒരു 1.29 lakhs ആണ് എക്സ്ഷോറും പ്രൈസ് വരുന്നത്. ഏകദേശം 100 kilometer റേഞ്ച് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഓലയ്ക്കും ഏതറിനും ഒക്കെ നല്ലൊരു കോമ്പറ്റീഷനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്പാച്ചയുടെ RTR 160 ഒന്നുകൂടിയും അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാട് നാവിഗേഷൻ, TFT ഡിസ്പ്ലേ അതുപോലുള്ള കുറേ സെറ്റപ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള സെയിൽസുള്ള ഒരു വാഹനം തന്നെയാണ് അപ്പാച്ചയുടെ RTR സീരീസ് എന്ന് പറയുന്നത്, 200 160 ഒക്കെ. അപ്പോൾ അതിലേക്ക് നല്ലൊരു അപ്ഡേറ്റ്സ് കൂടി കൊടുത്തിട്ട് അവർ ഇറക്കിയിരിക്കുകയാണ്. അതിന് വലിയ കാര്യമായിട്ടുള്ള പ്രൈസ് ഹൈക്കൊന്നും വന്നിട്ടില്ല. 5,000 സംതിങ് കണ്ട പ്രൈസ് ഹൈക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അപ്പാച്ചെ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്കത് ഡെഫിനറ്റ്ലി നോക്കാവുന്ന ഒരു ബൈക്കാണ്. അതുപോലെ തന്നെ 2015 ഫോം ചെയ്തിട്ടുള്ള ഒരു ഓസ്ട്രിയൻ മോട്ടോർ സൈക്കിൾ ബ്രാൻഡായിട്ടുള്ള ബ്രിക്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിൽ 4 ബൈക്കുകൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 2 500cc ബൈക്കുകളും 2 1200cc ബൈക്കുകളാണ് ഇറക്കിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പേര് എന്ന് പറഞ്ഞാൽ ക്രോസ് ഫയർ 500X എന്നും അതുപോലെ തന്നെ ക്രോസ് ഫയർ 500S എന്ന് പറഞ്ഞിട്ടുള്ള 2 മോഡൽസാണ്. പിന്നെ വരുന്നത് ക്രോംവെൽ 1200X എന്നും അതുപോലെ തന്നെ
ക്രോംവെൽ 1200 4 മോഡലുകളാണ് ഉള്ളത്. 2 500cc ബൈക്കുകളും 2 1200cc ബൈക്കുകളാണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യയിൽ അധികം ഇപ്പോൾ പോപ്പുലർ അല്ലാത്ത 2 എഞ്ചിൻ കപ്പാസിറ്റി സെഗ്മെൻറ്റ്സ് ആണത്. അപ്പോൾ എന്തായാലും അവർക്ക് നല്ലൊരു സ്പേസ് ഉണ്ട്. അധികം എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിലും കൂടിയാണ് ഇറക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ടോപ്പ് മോഡൽ ആ ഒരു 1200cc ഏകദേശം ഒരു 8 lakh സംതിങ് ആണ് വന്നിട്ടുള്ളത്. എക്സ്പെൻസീവ് ആണ്, എന്നാലും ആ ഒരു CC വെച്ച് നോക്കുമ്പോൾ അത് എക്സ്പെൻസീവ് അല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു ബ്രാൻഡാണ്. എന്തായാലും ലെറ്റ്സ് സീ എത്രത്തോളം അതിൻ്റെ എന്താ പറയുക ഷോറൂമുകളോ സർവീസ് സെൻ്ററുകളോ എത്രത്തോളം അവൈലബിൾ ആയിരിക്കും എന്നറിയില്ല. ഒരു പക്ഷേ കുറച്ച് കാലം അവർ ട്രൈ ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് മാർക്കറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും കയറി വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വണ്ടി കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നിയത് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഹോണ്ട ഹൈനസിൻ്റെ ഒക്കെ ആ ഒരു ലുക്കിലാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും കൊള്ളാം. അത് നമ്മുടെ ഇന്ത്യയിലെ ഏതൊരു ബൈസിക്കിൾ കമ്പനി ആയിട്ടുള്ള KW എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അവർ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞത്. അപ്പോൾ ഇനി മുതൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ അധികം വിറ്റില്ലെങ്കിൽ പോലും പുറത്തെ രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ സ്കോഡ പുതിയ വണ്ടിയായിട്ടുള്ള കൈലാക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അവർ പുതിയൊരു ഗിയർ ബോക്സ് ഡിസൈൻ ചെയ്യാണ്. 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. നല്ലൊരു മൈലേജ് കിട്ടാനും നല്ലൊരു ടോപ്പ് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 8 ഗിയർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പെട്ടെന്ന് ഞെട്ടിപ്പോയി. 8 മാനുവൽ ഗിയേഴ്സ് ഉള്ള രീതിയിലായിരിക്കും ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല, അതൊരു 8 സ്പീഡ് ടോർക്ക് കൺവെർട്ടറാണ്. അപ്പോൾ അവർ പുതിയൊരു ഗിയർ ബോക്സ് ഡിസൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോഴുള്ള 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ ഒരു 8 സ്പീഡ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ടോപ്പ് സ്പീഡും അതുപോലെ തന്നെ മൈലേജും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും അവർ പോളോ നിർത്തിയ പോലെ ഒരു ഫീഡ്ബാക്ക് അവർക്ക് ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു കാര്യമാണ് നമ്മുടെ ഹോണ്ടയുടെ ഇലക്ട്രിക് ആക്റ്റീവ വരുന്നതിനെ പറ്റിയിട്ട്. തീർച്ചയായിട്ടും ഹോണ്ടയുടെ ഇലക്ട്രിക് ആക്റ്റീവ വരുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 100+ റേഞ്ച് കിലോമീറ്ററിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രൈസും കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹോണ്ടയുടെ ആക്റ്റീവ എന്ന് പറയുന്നത് ഒരു ഹിറ്റായിട്ടുള്ള ഒരു എവർഗ്രീൻ ഹിറ്റായിട്ടുള്ള ഒരു സ്കൂട്ടറാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അവരൊരു ഇലക്ട്രിക് വണ്ടി ഇറക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസർച്ചൊക്കെ നടത്തിയിട്ട് തന്നെ ആയിരിക്കും ഇറക്കുക. അല്ലാതെ പല ബ്രാൻഡുകളും ഇപ്പോൾ ഇറക്കിയിട്ട് അവർക്ക് കംപ്ലയിൻറ്റ്സ് വരുന്ന പോലെ പണി കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഹോണ്ടയുടെ EV എന്തായാലും വരും. ആക്റ്റീവ ഇലക്ട്രിക് എന്തായാലും വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഗുജറാത്തിൽ വെച്ചിട്ട് നമ്മുടെ ഒരു ഡിഫൻഡറിന് ഫയർ പിടിച്ചൊരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ഡിഫൻഡർ 110 അത് സംഭവിച്ചത്. എന്താണ് അതിൻ്റെ പുറകിലുള്ള കാരണങ്ങളെന്ന് അറിയില്ല, പക്ഷേ ഓൾമോസ്റ്റ് അത് ഡാമേജ് ആവുന്ന രീതിയിലാണ് അതിൻ്റെ ഫയർ സംഭവിച്ചത്. അപ്പോൾ ആ ഒരു വീഡിയോ വൈറലാണ്. എന്തായാലും ഇങ്ങനത്തെ ബ്രാൻഡുകളൊന്നും ഇങ്ങനെ വല്ലാതെ കാണാത്തതാണ്. അതും സംഭവിച്ചിരിക്കുന്നു ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ മഹീന്ദ്രയുടെ താർ റോക്സ്, അതുപോലെ XUV 3XO, അതുപോലെ നമ്മുടെ XUV 400 ഇവയ്ക്കൊക്കെ ഈ വണ്ടികൾക്കൊക്കെ തന്നെ 5 സ്റ്റാർ സേഫ്റ്റി നമ്മുടെ ഭാരത് NCAPൽ കിട്ടിയിരിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ താർ റോക്സ് ഒക്കെ ഒരുപാട് ഹിറ്റാണ്. 1.something lakhs ആണ് കുറച്ച് സമയം കൊണ്ട് ബുക്കായി എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് 5 സ്റ്റാർ സേഫ്റ്റി വേണ്ടി വരുമ്പോൾ അത് കൂടുതൽ ആ ഒരു വണ്ടികളിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും ആ വണ്ടികളൊക്കെ തന്നെ നല്ലൊരു ഹിറ്റായിരിക്കും. അതുപോലെ വണ്ടിപ്രാന്തന്മാരെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ന്യൂസാണ് നമ്മുടെ റെനോൻ്റെ ഡസ്റ്റർ നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. 2025 എന്തായാലും ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അന്ന് റെനോ ഡസ്റ്റർ പോയ സമയത്തുള്ള അവസ്ഥയല്ല ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. കാരണം ഒരുപാട് കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. കാരണം സബ് കോമ്പാക്ട് SUVയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7 SUVs ഉണ്ടായിരിക്കും കോമ്പറ്റീഷനായിട്ട്. അതുപോലെ തന്നെ നമുക്കൊരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 11 വണ്ടികൾ ഇപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അവരേനൊക്കെ ആയിട്ട് കോമ്പറ്റ് ചെയ്യാൻ തരത്തിലൊരു വണ്ടി ഇറക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കും, 2 അത്രയും നല്ലൊരു വണ്ടി എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കും. നമുക്കറിയാം റെനോൻ്റെ ഡസ്റ്റർ അല്ലെങ്കിൽ നിസാൻ്റെ ടെറാനോ ഒക്കെ നല്ല റൈഡിങ് കംഫർട്ടുള്ള വണ്ടികളായിരുന്നു, നല്ല സസ്പെൻഷനുള്ള വണ്ടികളായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തവണ ഇറക്കുമ്പോൾ കുറച്ചുകൂടി പെർഫോമൻസും അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി സേഫ്റ്റി ഒക്കെ കൂടി എൻഹാൻസ് ചെയ്തിട്ടായിരിക്കും അവർ ഇറക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അത് വെയിറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ മാരുതി സുസുക്കി ഡിസയറിൻ്റെ LXIയുടെ വേർഷൻ്റെ ഒക്കെ പ്രൈസുകൾ പുറത്ത് വന്നിട്ടുണ്ട്. എല്ലാ വേർഷനും വന്നിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ലോ പ്രൈസിൽ കിട്ടുന്ന ഡിസയറിനെ പറ്റിയിട്ടാണ്. സോ വണ്ടി കാണാൻ എക്സ്റ്റീരിയറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ലൈറ്റൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും കാണാൻ ബെറ്ററാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 8.4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഏറ്റവും ബേസ് മോഡലായിട്ടുള്ള ഡിസയർ എടുക്കുന്നതാണ്. ഇപ്പോൾ ഓൺ റോഡ് പ്രൈസിൽ എടുക്കാമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ്. അതിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 5 സ്റ്റാർ സേഫ്റ്റി വരുന്നുണ്ട്, 6 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ അതിൽ ABS EBD, അതുപോലെ ESP ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, അതുപോലെയുള്ള ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് പോലെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു പവർ വിൻഡോസ് വരുന്നുണ്ട് ബേസ് മോഡലിന്. അതുപോലെ കീലെസ് എൻട്രി വരുന്നുണ്ട്, ഡീഫോഗർ കോയിൽസ്, അതുപോലെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. മെയിനായിട്ട് എനിക്ക് മിസ്സായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ബേസ് മോഡലിൽ. അതുപോലെ AC ഫ്രണ്ട് സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഏറ്റവും
ലോ മോഡലിൽ. അപ്പോൾ എന്തായാലും AC കാര്യം നിങ്ങൾ മൈൻഡ് ചെയ്യണമെന്നില്ല, എന്തായാലും ചെറിയ ക്യാബിനായിട്ട് കൂളിംഗ് എന്തായാലും കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ മ്യൂസിക് സിസ്റ്റം നിങ്ങൾ കമ്പനി തന്നെ ചെയ്യുമായിരിക്കും നല്ലത്. പയനിയറിനൊക്കെ നല്ല സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. ടച്ച് ഒന്നും വേണമെന്നില്ല, ടച്ച് ഇല്ലാത്ത മോഡൽസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ കിട്ടുകയും ചെയ്യും, നല്ല പെർഫോമൻസ് ഉണ്ടാവും ചെയ്യും. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഒരു പോരായ്മ എന്നാണ്. ബാക്കിയെല്ലാം ആ ഒരു പ്രൈസിൽ സെറ്റാണ്, ബേസിക് ആയിട്ട് വേണ്ട എല്ലാ സംഭവങ്ങളും അതിൽ തരുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അതുപോലെ നമ്മുടെ സ്കോഡയുടെ കുറച്ച് കാറുകൾ CNG ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് വിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും സ്കോഡ സാധാരണ കാറുകളുടെ കൂടെ CNG വാഹനങ്ങൾ കൂടിയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടൊയോട്ടയുടെ പ്രീമിയം കാറായിട്ടുള്ള കാമറി നമ്മുടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ആകാൻ പോകുന്നുണ്ട്. December 11 പുതിയ മോഡൽ കാമറി ലോഞ്ച് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി അതിൻ്റെ ഇപ്പോഴത്തെ ഡിസൈൻ എനിക്ക് ഇഷ്ടമല്ല, കുറച്ച് മുന്നത്തെ ഡിസൈനാണ് എനിക്കിഷ്ടം. എന്നാലും കുഴപ്പമില്ല, വണ്ടി നല്ല പ്രീമിയം ലുക്കിൽ തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും കാമറി പുതിയത് വരുന്നുണ്ട്. അതുപോലെ ടാറ്റയുടെ സിയാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു വാഹനം നമ്മുടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും നെക്സ്റ്റ് ഇയറിൽ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. മേ ബി 7 സീറ്റർ ആയിരിക്കണം. അതുപോലെ 2 ലിറ്റർ കപ്പാസിറ്റി, 1.5 ലിറ്റർ കപ്പാസിറ്റിയിലേക്കായിരിക്കും എഞ്ചിൻ കപ്പാസിറ്റി വരുന്നുണ്ടായിരിക്കുക. എന്തായാലും കുഴപ്പമില്ല, നല്ല സേഫ്റ്റിയുള്ള നല്ലൊരു വാഹനമായിരിക്കും, നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കാനാണ് സാധ്യത. കാണുമ്പോൾ നമ്മുടെ സഫാരിയുടെ ഒരു ചെറിയ ലുക്കുകളൊക്കെ ഉണ്ടെങ്കിലും കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻസ് വരുന്നത്. പിന്നെ നമ്മുടെ നിസാൻ മാഗ്നറ്റ് പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നിസാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നിസാൻ മാഗ്നറ്റ് ആണ്. അവനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ് ഗൈസ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1200 യൂണിറ്റോളം എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. മെയിനായിട്ട് നമ്മൾ സൗത്ത് ആഫ്രിക്കയിലേക്കാണ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 8 ബേസ് മോഡലിന് ഇപ്പോഴും 5.99 lakhs പ്രൊഡ്യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ അടിപൊളി വാഹനം എന്ന് പറഞ്ഞാൽ നിസാൻ മാഗ്നറ്റ് തന്നെ ആയിരിക്കും. വിത്ത് സേഫ്റ്റി, 4 സ്റ്റാർ സേഫ്റ്റി അല്ലെങ്കിൽ 5 സ്റ്റാർ സേഫ്റ്റി ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു വാഹനമാണ്. അപ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന പോലെ തന്നെ പുറത്തെ സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റിലേക്കും അത് എക്സ്പോർട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജാഗുർ അവരുടെ പുതിയ കുറച്ച് ലോഗോസ് റിവീൽ ചെയ്തിരിക്കുകയാണ്. കാണാൻ ഇതുപോലെ ഇരിക്കും. എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ താല്പര്യം വന്നിട്ടില്ല. മേ ബി കണ്ട് രസമാവുമായിരിക്കാം. എന്തായാലും അത് ഇലക്ട്രിക് വാഹനങ്ങളിലായിരിക്കും ഈ ഒരു ലോഗോസ് യൂസ് ചെയ്യുന്നുണ്ടാവുന്നതാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്സ്. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീക്കിലെ ടെക് അപ്ഡേറ്റ്സ്, ഓട്ടോമൊബൈൽ ടെക് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ന്യൂസുകൾ എന്തിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അടുത്തൊരു ഓട്ടോമൊബൈൽ ടെക് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് കാണാതിരിക്കും. ബൈ, ജിനോ ടെക് വ്ലോഗ്സ്.